ഹലോ ഗൈസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഫ്രണ്ട് ആദർശനോട് പറയാണ്, ആദർശേട്ടാ ഞങ്ങളല്ല അവനെ കുടിപ്പിച്ചേ, അവനാണ് ഇന്നലെ രാത്രി ഇങ്ങ് വന്നേ, കല്യാണമൊക്കെ അല്ലേ, ഒരു കമ്പനി ഞങ്ങൾക്കൊരു ട്രീറ്റ് തരാമെന്നുള്ള രീതിയിൽ അവൻ വന്നേ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം അവൻ കുടിച്ചിട്ട് അവൻ്റെ ഇഷ്ടമില്ലാത്ത കല്യാണമാണെന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമത്തിലായിരുന്നെന്നും അതിനിടയ്ക്ക് അവൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ, ആ പെണ്ണെ കിട്ടാൻ വേണ്ടി ആരും ഹെൽപ്പ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞാൽ കുടിച്ചേ. ഒത്തിരി ഒന്നും കുടിച്ചില്ല, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞതാ ആദർശേട്ടാ. പക്ഷെ അവൻ കേട്ടില്ല, അവൻ പിന്നെയും കുടിച്ചോണ്ടിരുന്നു. ആദ്യമായിട്ട് കുടിക്കുന്നതുകൊണ്ടാണ് അവൻ ഇത്രയും പെട്ടെന്ന് ഫിറ്റായത്. ബിയർ വേണമെങ്കിൽ മേടിച്ചു കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞ ആദർശേട്ടാ, ഞങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല, ഞങ്ങൾ മാക്സിമം തടയാൻ നോക്കിയതാണ്, പക്ഷേ നടന്നില്ല എന്നൊക്കെ ഫ്രണ്ട് പറയുവാണ് കേട്ടോ ആദർശനോട്. ഇതൊക്കെ കേൾക്കുന്ന ആദർശ് പറയുകയാണ്, എന്നിട്ട് ആ പെണ്ണ് ഏതാ, അത് നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലേ കൂടെ നടന്നിട്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഫ്രണ്ട് പറയുവാണ്, അതൊക്കെ നയന ചേച്ചിക്ക് അറിയാമെന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ ആദർശ് ഇങ്ങനെ പെട്ടെന്ന് നയനേനെ നിൽക്കുവാണ്. നയനെ ആകെ ഒന്ന് പേടിച്ചിങ്ങനെ പതുങ്ങൽ നിൽക്കുവാണ്. അത് കഴിയുമ്പോൾ ആദർശ് പറയാം, കുറച്ച് മോരോ തൈരോ എന്തെങ്കിലും കിട്ടുമോ, ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ കെട്ടൊന്ന് മാറിയേനേന്ന് പറയുവാണ്. അപ്പോഴേക്കും അവർ പോയിട്ട് മോരെടുത്തുകൊണ്ട് വരുവാണ് കേട്ടോ. അങ്ങനെ പച്ചമോര് കുടിപ്പിക്കുവാണ് അനിയനെ. പച്ചമോര് കുടിപ്പിക്കുമ്പോഴത്തേക്കും എനിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് വാള് വെക്കാൻ വേണ്ടി തുടങ്ങുവാണ് കേട്ടോ. അങ്ങനെ വാള് വെക്കാൻ തുടങ്ങുന്ന അനിയനെ അവിടുന്ന് പിടിച്ചെഴുന്നേപ്പിച്ച് ആദർശ് പറയാം, ഇവൻ്റെ തലയൊന്ന് നനച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി കെട്ടിറങ്ങുമായിരിക്കും എന്ന് പറഞ്ഞ് ഒരു ടവലിങ്ങിതാന്ന് പറയുവാണ് കേട്ടോ ഫ്രണ്ട്സിനോട്. അങ്ങനെ ഫ്രണ്ട്സ് ഒരു ടവലൊക്കെ എടുത്തു കൊടുക്കുവാണ്. ആദർശ് അനിയനെയും കൊണ്ട് വാഷ്റൂമിൽ കയറുവാണ്. അങ്ങനെ മേലൊക്കെ കഴുകുവാണ് കേട്ടോ. തലയിൽ കുറേ നേരം വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും ആദർശ് അനിയനെ വെളിയിലോട്ട് ഇറക്കി ഇരുത്തിയിട്ട് തലയൊക്കെ തുറത്തിയിട്ട് പറയുവാണ്, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇവൻ്റെ ഡ്രസ്സൊന്ന് മാറ്റ് എന്ന് പറയുവാണ്. ആ സമയത്ത് നന്ദു ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് എനിക്ക് എന്ത് പറ്റിയെന്ന് ഓർത്ത് അവിടെ സങ്കടപ്പെട്ടിരിക്കുവാണ്. നന്ദുവും ചെറുതായിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വന്നാണ് കേട്ടോ ഇരിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് എല്ലാം കൂടെ അനിയുടെ ഡ്രസ്സ് മാറാൻ വേണ്ടി തുടങ്ങുവാണ്. അവരോടൊക്കെ അനി ദേഷ്യപ്പെട്ട് പറയാം, പോടാ വിട്ടിട്ട് പോ എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, നിങ്ങളെല്ലാം കൂടി എനിക്കറിയാമെന്ന് പറഞ്ഞില്ലേ, ഇനി ഞാനിതിന് ഉത്തരം പറയണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സിനോട്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, നയനിങ്ങ് ഒന്ന് വന്നേ, എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, ഇപ്പം തന്നെ സമയം 1 മണിയായി, രാവിലെ 8 മണിക്കാരും വീട്ടിൽ നിന്ന് പുറപ്പെടേണ്ടത്, ഈ കോലത്തിരുവനെയും കൊണ്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞ് ആകെ വിഷമിച്ച് ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അത് കഴിയുമ്പോൾ ആദർശ് പറയുകയാണ്, നിനക്കെല്ലാം അറിയാമെന്നാണല്ലോ അനിയുടെ ഫ്രണ്ട്സ് പറഞ്ഞേ, അവരുടെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്, നിനക്ക് എന്തെങ്കിലും അറിയാവോ, ഉണ്ടെങ്കിൽ ഇപ്പം പറയണം, ഇനി എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്നൊക്കെ ആദർശ് ദേഷ്യപ്പെട്ട് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും നയന പറയുവാണ്, ആദർശേട്ടാ അനി ഇഷ്ടപ്പെടുന്ന ആ പെങ്കൊച്ച് എൻ്റെ അനിയത്തിയാ നന്ദുവാന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുന്ന ആദർശ് ഞെട്ടിപ്പോവാണ്. ആദർശിക്കാണ്, നന്ദുവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, അതെ ആദർശേട്ടാ നന്ദുവാ, അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ സുഹൃത്ത് ബന്ധം മാത്രമല്ല, അവർ തമ്മിൽ പരസ്പരം ഒരുപാട് എപ്പോഴും ഇഷ്ടപ്പെട്ടു പോയി, അത് ഞാൻ അറിഞ്ഞേയില്ല, അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് ഇപ്പം പിരിയാൻ വയ്യാത്ത അവസ്ഥയിലായി, ആ അവസ്ഥയിലാണ് ഞാൻ എല്ലാം അറിഞ്ഞതെന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ ആദർശനോട് പറയുവാണ്. എന്നിട്ട് പറയാണ്, ഞാനും എൻ്റെ വീട്ടുകാരും കൂടി നന്ദുവിനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, നന്ദുവിനോട് പറഞ്ഞ കാര്യങ്ങളും എല്ലാം ആദർശനോട് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ നയന പറയുന്നുണ്ട്, ഞങ്ങൾ ചെയ്ത് ശരിയല്ലേ ആദർശേട്ടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദർശ് ദേഷ്യപ്പെട്ടിട്ട് പറയാണ്, അല്ല തെറ്റാ നീയൊക്കെ ചെയ്തത്, ഇങ്ങനെ ഒരു ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിലേക്കായിരുന്നു അവനെ തള്ളി വിടേണ്ടത്, പിന്നെ നന്ദുവിന് ശരിക്കും അനിയനെ ഇഷ്ടമില്ലായിരുന്നോ, നീ എന്തിനത് മാറ്റി പറഞ്ഞതെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോഴേക്കും നയന പറയാണ്, ഇത് ആദർശേട്ടനോട് പറയണമെന്ന് ഞാൻ ഓർത്തതാ, പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ ആദർശേട്ടൻ എന്നെ കൊച്ചാക്കും കളിയാക്കും എന്നൊക്കെ ഓർത്താ പറയാത്തതെന്ന് പറയുമ്പോൾ ആദർശ് പറയാം, എവിടെയാണ് നിനക്ക് തെറ്റിപ്പോയത്, ഞാനെന്തിനങ്ങനെ ചെയ്യുന്നത്, എനിക്ക് ആ പെങ്കൊച്ചിനെ ഇഷ്ടമാണെങ്കിൽ ആ പെങ്കൊച്ച് അത്ര നല്ലതായിരിക്കും, എനിക്ക് എൻ്റെ അനിയൻ്റെ ജീവിതമാണ് വലുത്, പിന്നെ നന്ദുവിനെ എനിക്കറിയാമല്ലോ, നന്ദുവിനെ എനിക്കറിയാൻ മേലാത്ത ആളൊന്നുമല്ലോ, അവർ നല്ല ജോഡിയായിരുന്നു, അവനിങ്ങനെ വിഷമിച്ച് നടക്കണം എന്നൊരു ജീവിതമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇത് സന്തോഷത്തോടെ ജീവിക്കണം എന്നാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുവാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നയനയ്ക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും അനിയനെയാണ് കാണിക്കുന്നത്. അനി മുറിയിലാകെ പിച്ചും പേയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട്, ഓ ഇതിപ്പോൾ ആകെ പ്രശ്നമാവുമെന്ന് തോന്നുന്നേ, ഇനി ഇതിൻ്റെ പേര് കല്യാണം മുടങ്ങുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, എന്തായാലും അറിയേണ്ട ആളെല്ലാം അറിഞ്ഞല്ലോ, ഇതിൻ്റെ പേര് മുടങ്ങിയാലും അവനൊരു നല്ല ജീവിതം കിട്ടും, നന്ദുവിന് നല്ല ജീവിതം കിട്ടും, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്തു, അത്ര തന്നെ എന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും ആദർശ് നയനയും കൂടെ മുറിയിലോട്ട് വരുവാണ്. എന്നിട്ട് ആദർശ് പറയുകയാണ്, ഇനി ഇവന് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും, അന്ന് പറഞ്ഞ് കുടിക്കാൻ കൊണ്ടുവന്ന് കൊടുക്കുകയല്ല വേണ്ടേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നെ വിളിച്ചറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. എന്നിട്ട് അനിയനെ പിടിച്ച് വലിച്ച് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. താഴെ എത്തുമ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ആദർശേട്ടാ ഞങ്ങൾക്ക് കമ്പനി തരാനാണെന്നും പറഞ്ഞാൽ വന്നേ, പക്ഷേ ഇങ്ങനൊരവസ്ഥയാവും ഞങ്ങൾ ഓർത്തില്ല, അങ്ങനെയൊക്കെ ഒരിക്കലും ചെയ്യുവേലായിരുന്നു എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോൾ ആദർശും നയനയും കൂടെ അനിയനെ വണ്ടിയിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ.
പോയി കഴിയുമ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട് എങ്ങനെയും ഈ കല്യാണം ഒന്ന് മുടങ്ങിയാൽ മതിയായിരുന്നു, നന്ദുവിനും എനിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം തന്നെ ജീവിക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ പരസ്പരം പറയുവാണ് കേട്ടോ. അപ്പോഴും അവർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ മുടങ്ങിയാലും അതും നമ്മുടെ തലയിൽ വരുമെന്ന് പറയുമ്പോൾ എന്നാലും സാരമില്ല, അവരൊന്നിക്കാൻ പറ്റുമെങ്കിൽ അതെല്ലായിടും നല്ലതെന്ന് അവർ പരസ്പരം പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഇവർ യാത്ര ചെയ്യുമ്പോൾ നയന് ചോദിക്കുന്നുണ്ട് ഇതെവിടേക്കാണ് ആദർശേട്ടാ പോകുന്നത്, വീട്ടിലേക്കല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുകയാണ് വീട്ടിലേക്കല്ല, കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട്, എന്തായാലും അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും എന്ന് പറയുവാണ് നയനയോട്. അത് കഴിഞ്ഞ് ആദർശ് വണ്ടി എടുക്കുന്നത് ഹോസ്പിറ്റലിലോട്ടാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ പറയുകയാണ് മുത്തശ്ശനോട് എല്ലാ കാര്യവും പറയണം, മറച്ചു വെച്ചിട്ട് കാര്യമില്ല, ഇപ്പോഴേലും എല്ലാം പറഞ്ഞ് കല്യാണം ഒഴിയുവാണെങ്കിൽ അതല്ലേ എന്തുകൊണ്ടും നല്ലതെന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് എന്താ ആദർശേട്ടാ ഈ പറയുന്നത്, ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് എന്താവും, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. എന്നിട്ട് ഡോക്ടറിനോട് ഇതൊക്കെ പറയും. ഡോക്ടറാണ് ഇപ്പം ഞാൻ എന്തായാലും അത് സമ്മതിക്കില്ല ആദർശ്, കാരണം ഒട്ടും വയ്യാഞ്ഞിട്ട് വാടിയിൽ നിന്ന് ഞാൻ മുത്തശ്ശനെ ICUലോട്ട് ആക്കിയേക്കുക, ഇനി കല്യാണം കൂടെ മാറ്റി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് വലിയ ഷോക്കാവും, ഞാൻ എന്തായാലും അത് പ്രോത്സാഹിപ്പിക്കുകയില്ല, എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടോളൂ, അത്രയും മാത്രം സമ്മതിക്കാം, പക്ഷേ ഒരു ഷോക്കും അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുവാണ്. ഇത് കേട്ടിട്ട് ആദർശ് പറയാണ് ഞാൻ വീട്ടിൽ ചെന്ന് എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ച് ഡോക്ടറിനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ഇറങ്ങിക്കഴിയുമ്പോൾ നയനയോട് പറയുന്നുണ്ട് അവൻ ഏത് ജീവിതമാണോ ആഗ്രഹിച്ചത് അതാണ് കൊടുക്കേണ്ടത്, ഇത് നിനക്ക് എന്നോട് കുറച്ച് നേരത്തെ പറയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. ഇതെല്ലാം കേൾക്കുന്ന നയന പറയാണ് ഇതിലോട്ട് ഇനിയിപ്പം നന്ദുവിനെ കൂടെ കൊണ്ടുവരണ്ടെന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ, ഇപ്പം തന്നെ ഞങ്ങൾ ആ വീട്ടിൽ പുറമ്പോക്കുകളാണ്, ഇനി നന്ദും കൂടെ വന്നാലത്തെ അവസ്ഥയൊന്ന് ഓർത്ത് വയ്ക്കുക, ഇപ്പം തന്നെ ഇളയമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണ് എന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് വീട്ടിൽ ചെന്ന് ഇളയമ്മ ഇളയച്ചനെയും കണ്ട് എല്ലാ കാര്യവും സംസാരിക്കണം, അവരുടെ മകൻ്റെ ജീവിതമല്ലേ, എന്തായാലും അവർ തീരുമാനം എടുക്കട്ടെ എന്നൊക്കെ പറയുവാണ്. അപ്പം നയന ഇനി ഇത് എല്ലാവരും പറഞ്ഞാൽ കൂടുതൽ പ്രശ്നമാകുള്ള ആദർശേട്ടാന്ന് പറയുമ്പോഴാണ് എന്ന് വെച്ച് അനിയുടെ അവസ്ഥ നീ കണ്ടില്ലേ, അത് കണ്ടില്ല എന്ന് വെക്കണമെന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുന്ന നയനേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.